ഹലോ, നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കഥയുമായിട്ടാണ്. എല്ലാവരും കേൾക്കുമല്ലോ അല്ലേ? എൻ്റെ പിറന്നാൾ ദിനത്തിൽ ഒരു യാത്ര പോയതിൻ്റെ അനുഭവങ്ങളും സന്തോഷവും ഒക്കെയാണ് ഇതിൽ ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. കേൾക്കാം. പിറന്നാൾ യാത്ര. മഴയോട് മഴ, കോരിച്ചൊരിയുന്ന മഴയിൽ തുള്ളിക്കളിച്ച് നടന്ന ആ കാലം ഓർക്കാതിരിക്കാനാവില്ല. ശീലക്കുടയിൽ ചൂടി മഴവെള്ളം തട്ടിത്തെറിപ്പിച്ച് നടക്കാൻ നല്ല രസമായിരുന്നു. ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്നതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. ബസ് പുറപ്പെടാൻ വൈകും തോറും ചിലരൊക്കെ അക്ഷമരായി കാണപ്പെട്ടു. സ്വാഗത പ്രസംഗവും ഭക്തി പ്രഭാഷണവും പ്രാർത്ഥനാ ഗീതവും യാത്ര പുറപ്പെടാൻ നേരം ആരംഭിച്ചെങ്കിലും തുടർന്ന് നടന്ന കലാകാരന്മാരുടെയും കലാകാരികളുടെയും സംഗീത സുധ ഏവരുടെയും കർണപുടങ്ങളെ കുളിരണിയിച്ചു. അടിച്ചുപൊളി ഗാനങ്ങൾക്കൊപ്പം ചുവട് വയ്ക്കാൻ ആളുകൾ പ്രായഭേദമന്യേ മത്സരിച്ചു കൊണ്ടിരുന്നു. സീറ്റിലിരുന്ന് കൈയടിച്ച് ആസ്വദിക്കുമ്പോഴാണ് ഇന്നലെ ഫോൺ ചെയ്തപ്പോൾ അമ്മ പറഞ്ഞ കാര്യം ഓർമ്മയിൽ വന്നത്. മിഥുനത്തിലാണ് നിൻ്റെ പിറന്നാൾ, നാളെ നോക്കി അമ്പലത്തിൽ പോണേ. കലണ്ടർ നോക്കി തിട്ടപ്പെടുത്തുകയും ചെയ്തു. ഇന്ന് തന്നെ. സാധാരണ ഇതൊന്നും ശ്രദ്ധയിൽപ്പെടാത്തതാണ്. പ്രാരാബ്ധങ്ങളുടെ ഒരു ഭാണ്ഡക്കെട്ട് തലയിലേറ്റി നടക്കുമ്പോൾ ഇത്തരം വിശേഷ ദിവസങ്ങളൊക്കെ മനഃപൂർവ്വം മറക്കാറാണ് പതിവ്. എല്ലാവർക്കും മധുരം കൊടുക്കാനൊന്നും വാങ്ങിയില്ലല്ലോ എന്ന് ഓർത്തിരുന്നെങ്കിൽ ഒരു കേക്ക് തന്നെ വാങ്ങാമായിരുന്നു. പോകുമ്പോഴേ എന്തെങ്കിലും വാങ്ങണം. വടക്കുന്നാഥൻ്റെ സവിധെ പോകുന്നതിൻ്റെ ആഹ്ലാദത്തിലായിരുന്നു ഞാൻ. പ്രസിദ്ധമായ തൃശ്ശൂർ പൂരം നടക്കുന്ന ക്ഷേത്രവും പൂരപ്പറമ്പും ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട പരിചയമേ ഉള്ളൂ. പുണ്യപുരാതനമായ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ശില്പചാരുതയും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷവും പ്രസാദമായി കിട്ടിയ ഉണ്ണിയപ്പവും പ്രകൃതി അനുഗ്രഹിച്ച് തളിച്ചുകൊണ്ടിരുന്ന തീർത്ഥജലവും മനസ്സിനെ കുറച്ചൊന്നുമല്ല ആഹ്ലാദിപ്പിച്ചത്. പ്രത്യേകിച്ചും ഈ പിറന്നാൾ ദിനത്തിൽ. റോഡ് വികസനം തകൃതിയായി നടക്കുന്നതുകൊണ്ട് വാഹനം ഒച്ചിഴയുന്ന വേഗതയിലായിരുന്നു ചിലയിടങ്ങളിൽ. ഭക്ഷണം കഴിക്കാൻ വൈകുന്നതിൻ്റെ ക്ഷീണം ചില മുഖങ്ങളിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നു. അടഞ്ഞുകിടന്ന കടയുടെ മുന്നിൽ ബസ് നിർത്തി എല്ലാവരും ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി. ഞായറാഴ്ച ആയതുകൊണ്ട് കടകളെല്ലാം തന്നെ അടഞ്ഞു കിടന്നിരുന്നു. തിരിച്ച് ബസ്സിൽ കയറുമ്പോഴായിരുന്നു ആ കാഴ്ച കണ്ടത്. 2 വൃദ്ധന്മാർ സ്റ്റെയർകേസിനരികെ ഭക്ഷണം പാകം ചെയ്യുന്നു. ഈ പെരുമഴയത്ത്. കാരണം എന്തു തന്നെയായാലും കണ്ടപ്പോൾ ഒരു വിഷമമൊക്കെ തോന്നി. ബീച്ച് ഡാമിലെത്തിയെങ്കിലും ശക്തമായ മഴയിൽ ഒന്നും തന്നെ ആസ്വദിക്കാൻ പറ്റിയില്ല. കുത്തനെയുള്ള സ്റ്റെപ്പുകൾ കയറി പവലിയൻ്റെ മുകളിലെത്താൻ മനസ്സ് കൊതിച്ചെങ്കിലും ശരീരം സമ്മതിച്ചില്ല. മനസ്സിലൊരു കവിത വിരിഞ്ഞതും ചുണ്ടുകളത് മൂളിയതും ആരും കണ്ടില്ല. മുകളിൽ കയറുന്ന ചുറ്റുമുള്ള പാർക്കും കാടുമെല്ലാം കാണുന്നത് ഭാവനയിൽ കണ്ട് സന്തോഷിച്ചു. ശക്തമായ മഴയിൽ പുറത്തെ കാഴ്ചകൾ അന്യമായി. ഒരിക്കലും അനുകരിക്കാനാവാത്ത സ്റ്റെപ്പുകളുമായി മിക്കവരും തകർത്താടിക്കൊണ്ടിരുന്നു. അല്പം സ്മോളൊക്കെ അടിച്ചതുപോലെ ഒരു ഫീലൊക്കെ എനിക്ക് തോന്നി. കുതിരാൻ കയറ്റമൊക്കെ കയറി വളവ് തിരിഞ്ഞ് ബസ് കയറി പോകുന്നത് ഓർമ്മയിൽ കണ്ടു. ഇന്ന് എത്ര വേഗത്തിലാണ് കുതിരാൻ തുരങ്കം വണ്ടി കടന്നു പോയിരിക്കുന്നത്. മലമ്പുഴ ഡാമിൽ മുമ്പൊരിക്കൽ പോയിട്ടുള്ളതാണ്. അവിടുത്തെ മനോഹരമായ ഗാർഡനൊക്കെ മഴയിൽ കുതിർന്ന് മരവിച്ചിരുന്നു. ചാറ്റൽ മഴയിൽ നടന്നു പോകുമ്പോഴായിരുന്നു കൂടെയുണ്ടായിരുന്നവർ കേബിൾ കാറിൽ തലയ്ക്ക് മുകളിലൂടെ ഒച്ച വെച്ചുകൊണ്ട് പാഞ്ഞു പോകുന്നത് കണ്ടത്. വിശാലമായ ഗാർഡനും റിസർവെയറും ഷട്ടറുമെല്ലാം കണ്ടു നടക്കുമ്പോഴാണ് സൈൻ ബോർഡിനരികെ പണ്ടത്തെ നിക്കർ പോലീസിൻ്റെ ഒരു പ്രതിമ കൈചൂണ്ടി നിൽക്കുന്നത് കണ്ടത്. ഡാമിൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയ്ക്ക് കുറുകെയുള്ള തൂക്കുപാലത്തിലൂടെ നടക്കുമ്പോൾ നല്ല രസം തോന്നി. ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോഴോ മാനം മുട്ടി നിൽക്കുന്ന മലകളും. യക്ഷി എവിടെയാണ്? എതിരെ വന്ന കുട്ടികളോട് തിരക്കി. ഡാം നേരെ പോയാൽ മതി, കാണാതെ പോലെ വലിയ നഷ്ടമാണ്. 1967 കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ച മലമ്പുഴയിലെ യക്ഷിയെ കാണാതെ പോകാൻ ഒക്കുമോ? അദ്ദേഹം ഇങ്ങനെ ഒരു പ്രതിമ ഉണ്ടാക്കുന്നത് എന്തുദ്ദേശത്തിലായിരുന്നു എന്നാണ് എനിക്കിപ്പോഴും മനസ്സിലാകാത്തത്. അക്വേറിയവും സ്നേക്ക് പാർക്കും ഒന്ന് കാണാതെ പോകുന്നതിൽ നിരാശ തോന്നി. കടയിൽ കയറി മിഠായി വാങ്ങി. പേരക്കുട്ടികൾക്ക് തൊപ്പിയും ബാഗുമൊക്കെ വാങ്ങി. ആഘോഷത്തിമിർപ്പിൽ വീട്ടുകാരൻ അല്പം മുട്ടലുണ്ടായതൊഴിച്ചാൽ ഈ പിറന്നാൾ അവിസ്മരണീയമായ ഒരു മുഹൂർത്തമായിരുന്നു. തിരികെ പോരുമ്പോൾ സംഗീതാലാപനത്തിന് സമ്മാനമായി ഗണപതി പ്രതിമയും കിട്ടി. എല്ലാവർക്കും മിഠായിയും വിതരണം ചെയ്ത് കൊട്ടിക്കലാശവും കണ്ട് ആസ്വദിച്ച് തിരികെ പോരുമ്പോൾ ഞാൻ വീണ്ടും യാത്ര തുടരുകയായിരുന്നു. വീണ്ടും ഒരു വയസ്സുകൂടി പിന്നിട്ട് അടുത്ത പിറന്നാൾ വരുന്നതും കാത്ത്. കഥ എല്ലാവരും കേട്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.